നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് അനാലിസിസ് വന്നു. സുഖം ഇന്ത്യൻ ന്യൂസ് ആർട്ടിക്കൽസ് ആണ്. ഇന്ത്യൻ ന്യൂസ് പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 4 ടോപ്പിക്സ് ഉണ്ടാവും. 4 ടോപ്പിക്സ് അതോടൊപ്പം തന്നെ ഫിലിംസിന്റെ MCQ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സിനകത്ത് 3 എഡിറ്റോറിയൽ പേജിനകത്ത് വരുന്ന ആർട്ടിക്കിൾസ് ആണ്. മേക്ക് EPI ആൻ എസെൻഷ്യൽ പ്രോഗ്രാം ഓൺ ഇമ്മ്യൂണൈസേഷൻ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എഡിറ്റോറിയൽ പേജ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അത് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2ന്റെ ഭാഗമാണ്. ഹെൽത്ത് എന്ന് പറയുമ്പോൾ GS പേപ്പർ 2-നകത്താണ് വരുന്നത്. ദെൻ രണ്ടാമത്തെ ടോപ്പിക്കും നമ്മുടെ എഡിറ്റോറിയൽ പേജിൽ തന്നെ വരുന്നതാണ്. ഇംപ്ലിമെന്റിംഗ് ദ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആക്ട് എന്നുള്ളതാണ് ആ ഒരു ടോപ്പിക്കിന്റെ ഹെഡ്ലൈൻ. അതും ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 പൊളിറ്റിക്കകത്ത് വരുന്ന കാരണമാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2. GS പേപ്പർ 2-നകത്ത് മറ്റൊരു സബ്ജക്റ്റ് ആണ് ഇന്ത്യൻ പൊളിറ്റി. ദെൻ തേർഡ് വൺ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ തന്നെ ഇൻകം വെൽത്ത് ഇൻഇക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന രീതിയിലേക്ക് വന്ന ഒരു ആർട്ടിക്കിളാണ് ഇത്. ഈ ഒരു ആർട്ടിക്കിൾ പക്ഷേ ഇന്നത്തെ ന്യൂസ് പേപ്പറിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന പൊളിറ്റിയുടെ ആംഗിളിലാണ്. എങ്ങനെ ആ ഒരു വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ സാധിക്കും, അതിനെക്കുറിച്ചിട്ടുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിക്കുന്ന പോയിന്റുകൾ എന്തൊക്കെയാണ്, എവിടെയൊക്കെ ആ വെൽത്ത് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എടുത്ത് പറയുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ടോപ്പിക്കിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് മെയിൻസിനും അതേപോലെ തന്നെ പ്രിലിംസിനും പെർസ്പെക്റ്റീവ് ആയിട്ടായിരിക്കും ഈ മൂന്നാമത്തെ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫോർത്ത് ടോപ്പിക് പ്യൂർലി ഫോർ മെയിൻസിന്റെ ആയിട്ടുള്ള ടോപ്പിക്കാണ്. എക്കണോമിക്സിന്റെ വ്യൂ പോയിന്റിൽ വന്നിരിക്കുന്നതാണ്. എക്കണോമി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മെയിൻസിന്റെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3-ക്കകത്താണ് വരുന്നത്. കോർ സെക്ടേഴ്സ് സ്ലൈഡ് 5.2% ഇൻ മാർച്ച് എന്നുള്ള ഈ ടോപ്പിക്കിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ പ്രിലിംസിന്റെ ടോപ്പിക് ആയിരിക്കും. അതിനുശേഷം നമുക്ക് ആ എഡിറ്റോറിയൽ പേജിലെ 3 ആർട്ടിക്കിൾസ് ഡിസ്കസ് ചെയ്യാം. ഇതെല്ലാം ഡിസ്കസ് ചെയ്തതിനു ശേഷം ലാസ്റ്റ് നമുക്ക് ഒരു പ്രിലിംസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു MCQ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നമുക്ക് DNA കിടക്കാം. സോ ഫസ്റ്റ് ടോപ്പിക് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. കോർ സെക്ടേഴ്സ് സ്ലൈഡ് 5.2% ഇൻ മാർച്ച് എന്നുള്ള ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. അതായത് ഇതിനകത്ത് ഏറ്റവും ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ഓരോ വാർത്തകൾ വായിക്കുമ്പോൾ അതിനകത്ത് കീ പോയിന്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു ടേമും കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ഈ ഒരു ഹെഡ്ലൈനർ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കോർ സെക്ടേഴ്സ് എന്നുള്ളതാണ് ഇതിനകത്ത് എക്സാം വ്യൂ പോയിന്റിൽ നമ്മൾ നോക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് കീ വേർഡ് എന്ന് പറയുകയാണെങ്കിൽ. കോർ സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ആ പേര് തന്നെ കിടപ്പുണ്ട് നമ്മുടെ ഇൻഡസ്ട്രികൾ, അതായത് മീൻസ് സെക്കൻഡറി സെക്ടറിൽ വരുന്നതാണ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്നൊക്കെ പറയുവാണെങ്കിൽ. സോ ഈ ഇൻഡസ്ട്രീസിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന സെക്ടേഴ്സ് ഓഫ് ഇൻഡസ്ട്രീനെയാണ് നമ്മൾ കോർ സെക്ടേഴ്സ് ഓഫ് ദി എക്കണോമി എന്ന് ബേസിക്കലി പറയുന്നത്. അവയ്ക്ക് അത്രമാത്രം പ്രാധാന്യം കൊടുക്കാൻ കാരണം എന്തായിരിക്കും? അപ്പം അവയെ നമ്മുടെ എക്കണോമിക്ക് അത്രമാത്രം ഒരു ഫൗണ്ടേഷൻ പോലെ പലപ്പോഴും ആക്ട് ചെയ്യുന്നുണ്ട് ഇൻ ടേംസ് ഓഫ് വെൽത്ത് ജനറേഷൻ അല്ലെങ്കിൽ ഇൻകം. വെൽത്ത് എന്ന് പറയുമ്പോഴേക്കും ജനങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ജോലി കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻകം ജനറേഷൻ, അതേപോലെ തന്നെ എംപ്ലോയ്മെന്റ്, രാജ്യത്തിന്റെ ഈ പറഞ്ഞ പോലെ ഗ്രോത്ത്, ഇതിലേക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന കുറച്ച് തരം ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രീസിനെ ചേർത്തിട്ടാണ് നമ്മൾ കോർ സെക്ടേഴ്സ് ഓഫ് ദ എക്കണോമി എന്ന് ബേസിക്കലി വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചുരുക്കത്തിൽ വിളിക്കുന്നത് 8 കോർ സെക്ടേഴ്സ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 8 സൂചിപ്പിക്കുന്ന എത്ര കമ്പനികളുണ്ട് അല്ലെങ്കിൽ എത്ര ഇൻഡസ്ട്രീസ് ആണ്, എത്ര സെക്ടേഴ്സ് ഓഫ് ഇൻഡസ്ട്രീസ് എന്നാണെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ 8 കോർ ഇൻഡസ്ട്രീസ് എന്ന് ബേസിക്കലി സൂചിപ്പിക്കുന്നത്. അടുത്ത സ്ലൈഡുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അതൊക്കെയാണ്. ഏതൊക്കെയാണ് 8 കോർ ഇൻഡസ്ട്രി എന്ന് ഡിസ്കസ് ചെയ്യണം. അതിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഇൻഡസ്ട്രി ഏതാണെന്ന് ഡിസ്കസ് ചെയ്യണം. അതിന്റെ ഗ്രോത്തിനെ മെഷർ ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ഉണ്ട്, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്നുള്ള കാര്യം. അതൊക്കെ ഈ പറഞ്ഞ പോലെ ആരാണ് പബ്ലിഷ് ചെയ്യുന്നത്, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ 8 കോർ ഇൻഡസ്ട്രീസിനെ സൂചിപ്പിക്കുന്ന ഇൻഡെക്സ് ഓഫ് കോർ ഇൻഡസ്ട്രീസ് ഉണ്ട്. ഇതൊക്കെ പബ്ലിഷ് ചെയ്യുന്ന ആരാന്നുള്ള കാര്യമാണ് നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ കൃത്യമായിട്ടും പഠിക്കേണ്ടതായിട്ടുള്ളത്. സോ എനിവേ ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കുക, ഇത്തരത്തിലുള്ള ഡേറ്റാസ് എല്ലാ മാസവും നമുക്ക് പബ്ലിഷ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ മാസം ശരിക്കും പറഞ്ഞാൽ ഫെബ്രുവരിയിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ അറിയാം 7.5% ഗ്രോത്ത് ആണ് കോർ സെക്ടേഴ്സിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ മാർച്ച് മാസത്തിൽ, അതായത് കഴിഞ്ഞ മാസം മാർച്ച് മാസങ്ങളിൽ ഈ പറഞ്ഞ പോലെ 5.2% ഒരു സ്ലൈഡ് ബേസിക്കലി അവിടെ നിന്ന് സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോഴേക്ക് വാർത്തയ്ക്ക് വന്നിരിക്കുന്നത്. സോ ഇനി നമുക്ക് ഓരോ ടോപ്പിക്കായി ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് കോർ സെക്ടർ എന്നുള്ള കാര്യം. ദ കോർ സെക്ടർ ഇൻ ഇന്ത്യ കംപ്രൈസസ് 8 കീ ഇൻഡസ്ട്രീസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് 8 കീ ഇൻഡസ്ട്രി എന്ന് നോക്കിയും. കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, റിഫൈനറി പ്രൊഡക്ട്സ്, ഫെർട്ടിലൈസേഴ്സ്, സ്റ്റീൽ, സിമെന്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഈ 8 കോർ ഇൻഡസ്ട്രീസ് കാണാതെ പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം മൾട്ടിപ്പിൾ ടൈംസ് PYQസിനകത്ത് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ 8 കോർ ഇൻഡസ്ട്രീസ് എന്ന് പറയുവാണെങ്കിൽ. അവയുടെ ഓർഡർ അടിസ്ഥാനത്തിലല്ല, ജസ്റ്റ് ആ 8 ഇൻഡസ്ട്രീസ് രേഖപ്പെടുത്തിയിരിക്കുന്നുള്ളൂ. ഓർഡർ അടുത്ത സ്ലൈഡ് നമുക്ക് പഠിക്കാം. എങ്ങനെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ്, ഹയർ ടു ലോവർ ഇമ്പോർട്ടൻസ് കൃത്യമായിട്ട് പഠിക്കാം. എന്തുകൊണ്ടാണ് ഇവയെ കോർ സെക്ടർ എന്ന് വിളിക്കുന്നത് ചോദിച്ചാൽ, ദേ ആർ ക്രൂഷ്യൽ ഇൻഡിക്കേറ്റർ ഓഫ് ഓവറോൾ ഹെൽത്ത് ഓഫ് ദി ഇന്ത്യൻ എക്കണോമി. ഇന്ത്യൻ എക്കണോമിയുടെ ഹെൽത്ത് എങ്ങനെയാണ് എന്ന്, കറണ്ട് ഹെൽത്ത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുന്നത് ഈ കോർ സെക്ടേഴ്സിന്റെ പെർഫോമൻസ് നോക്കിയാൽ മതി. കാരണം they are essential for developing a country's infrastructure. നമ്മുടെ രാജ്യത്തിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് എസെൻഷ്യൽ വേണ്ടുന്ന ഇൻഡസ്ട്രീസ് ആണ്. ഇപ്പൊ നോക്കിയേ, കോൾ ആയാലും അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ആയാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫെർട്ടിലൈസേഴ്സ്, അഗ്രികൾച്ചർ ഇൻഡസ്ട്രിക്ക് വേണം, സ്റ്റീൽ, സിമെന്റ്, ഇലക്ട്രിസിറ്റി, ഇതെല്ലാം രാജ്യ പുരോഗതിക്ക് നമുക്ക് കൃത്യമായിട്ട് ആവശ്യമാണ്. ഇപ്പം ഇവയുടെ പെർഫോമൻസ് നല്ല രീതിയിൽ ബെറ്റർ ആണെങ്കിൽ കൃത്യമായിട്ടും എംപ്ലോയ്മെന്റ് ജനറേഷൻ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. കാരണം നല്ല രീതിയിൽ എംപ്ലോയ്മെന്റ് ഓഫർ ചെയ്യുന്ന സെക്ടേഴ്സ് ആണ് ഇവയെല്ലാം തന്നെ. സോ ബെറ്റർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് നല്ല ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ആ നല്ല ഇൻകം ഉണ്ടെങ്കിൽ രാജ്യത്തിന് നല്ലൊരു ഗ്രോത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ പ്രൊഡക്ഷൻ ഓഫ് സ്റ്റീൽ, സിമെന്റ്, ഇലക്ട്രിസിറ്റി ഇസ് നെസറി ഫോർ ബിൽഡിംഗ് റോഡ്സ്, ബ്രിഡ്ജസ് ആൻഡ് പവർ പ്ലാന്റ്. അതുകൊണ്ടാണ് രാജ്യ പുരോഗതിയിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സെക്ടേഴ്സ് ആയിട്ട് ഇവയെ നമ്മൾ പറയുന്നത്. ഇനി മൾട്ടിപ്പിൾ ടൈംസ് ആയിട്ട് അല്ലെങ്കിൽ പല മേഖലകളിലായിട്ട് രാജ്യ പുരോഗതിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാരണം ദേ ഓൾസോ ഹാവിംഗ് എ മൾട്ടിപ്ലയർ എഫക്ട് എന്നുള്ളൊരു പോയിന്റും ഓർത്ത് വെച്ചേക്കാം. ഇനി ഈ സ്ലൈഡിൽ നമുക്ക് കാണാം ഈ പറഞ്ഞ പോലെ കോർ സെക്ടേഴ്സിന്റെ ഗ്രോത്തും അതേപോലെ നെക്സ്റ്റ് ഈ പറഞ്ഞ ഇൻഡെക്സ് ഓഫ് 8
കോർ ഇൻഡസ്ട്രീസ്, അതായത് ഈ എയ്റ്റ് കോർ ഇൻഡസ്ട്രീസിന്റെ ഗ്രോത്തിനെ മെഷർ ചെയ്യുന്നതാണ് ഇൻഡെക്സ് ഓഫ് 8 കോർ ഇൻഡസ്ട്രീസ്. ഇതിനകത്ത് കൃത്യമായിട്ടും അതിന്റെ ആ ഒരു എന്താ പറയുക വെയിറ്റേജ് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ഈ 8 കോർ ഇൻഡസ്ട്രീസിനകത്ത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുത്തിരിക്കുന്ന ഏത് ഇൻഡസ്ട്രിക്കാണ്? പെട്രോളിയം റിഫൈനറി പ്രൊഡക്ട്സിനാണ് ഏറ്റവും കൊടുത്തിരിക്കുന്നത്. 28% ആണ് ആ ഇമ്പോർട്ടൻസ് പോകുന്നത്. അവിടെ കഴിഞ്ഞ് ഇലക്ട്രിസിറ്റി, ദെൻ സ്റ്റീൽ, കോൾ, ക്രൂഡ് ഓയിൽ, അങ്ങനെ പോയി ഏറ്റവും ലോവസ്റ്റ് ഇമ്പോർട്ടൻസ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്? ഫെർട്ടിലൈസറിന് കൊടുത്തിരിക്കുന്നത്. ഇത് ഈ ഓർഡർ പഠിച്ചിരിക്കണം. ഇതും മൾട്ടിപ്പിൾ ടൈംസ് UPSC ചോദിച്ചിട്ടുള്ളതാണ്. ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്യാൻ ചോദിക്കും. ഏതർ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ട് ചോദിക്കാവുന്നതാണ്. സോ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതാണ്. എല്ലാ മാസവും നമുക്ക് ആ റിപ്പോർട്ട് കിട്ടും. ആ റിപ്പോർട്ട് തരുന്ന ഏതാണ്? ഇൻഡെക്സ് ഓഫ് 8 കോർ ഇൻഡസ്ട്രീസ് ആണ്. ഇത് പബ്ലിഷ് ചെയ്യുന്ന ഓഫീസ് ഓഫ് എക്കണോമിക് അഡ്വൈസർ അണ്ടർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ്. ഇത് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ്, ഈ സ്ലൈഡിൽ കാണുന്ന പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, കാരണം അത് ചോദിക്കാൻ പറ്റുന്നതാണ്. സോ എനിവേ അത്രയാണ് ആ ഒരു ടോപ്പിക്ക് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാനുള്ള. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഈ ഒരു ടോപ്പിക്ക് എൻറ്റയർലി ഫോർ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിലുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. ഇത് എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിൾ ആണ്. മേക്ക് EPI ആൻ എസെൻഷ്യൽ പ്രോഗ്രാം ഓൺ ഇമ്മ്യൂണൈസേഷൻ. ഓക്കെ, എസെൻഷ്യൽ പ്രോഗ്രാം ഓൺ ഇമ്മ്യൂണൈസേഷൻ ഷോർട്ട് ഫോം ആണ് EPI എന്നായിട്ടും അറിയപ്പെടുന്നത്. അതുപോലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കറന്റ് നോക്കുവാണെങ്കിൽ EPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, EPI എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നമ്മുടെ നാട്ടിൽ കാണുന്ന യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിന്റെ ഒരു പ്രീവിയസ് വേർഷൻ ആണ്. അതിന്റെ ആക്ച്വൽ ഡെഫിനിഷൻ വരുന്നത് എക്സ്റ്റെൻഡഡ് പ്രോഗ്രാം ഓൺ ഇമ്മ്യൂണൈസേഷൻ ആണ്. 1974 WHO ലോഞ്ച് ചെയ്തൊരു പ്രോഗ്രാമാണ് എക്സ്റ്റെൻഡഡ് പ്രോഗ്രാം ഓൺ ഇമ്മ്യൂണൈസേഷൻ. ഓക്കെ, എക്സ്റ്റെൻഡഡ് പ്രോഗ്രാം ഓൺ ഇമ്മ്യൂണൈസേഷൻ അഥവാ EPI എന്ന് പറയുമ്പോഴേക്കും എക്സ്റ്റെൻഡഡ് പ്രോഗ്രാം ഓക്കെ, എക്സ്റ്റെൻഡഡ് പ്രോഗ്രാം ഓൺ ഇമ്മ്യൂണൈസേഷൻ WHO 1974 ലോഞ്ച് ചെയ്തതാണ്. അപ്പോൾ 1974 ഇങ്ങോട്ടേക്ക് 2024 എത്തി നിൽക്കുമ്പോൾ നമുക്കറിയാം 50 ഇയേഴ്സ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിന്റെ 50ാം വാർഷികമാണ് ഈ വർഷം ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്ക് നമുക്ക് പ്രിലിംസിന് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചോദിക്കാം ഡയറക്ട്ലി, ഈ ഒരു എക്സ്റ്റെൻഡഡ് പ്രോഗ്രാം ഓൺ ഇമ്മ്യൂണൈസേഷൻ റീസെന്റ് സീൻ ഇൻ ന്യൂസ് വാസ് ലോഞ്ച്ഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൈസേഷൻ വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് UPSCക്ക് ചോദിക്കാം. ആൻസർ അവിടെ WHO ആയിട്ട് മാറും. 1974 ലോഞ്ച് ചെയ്തതാണ്. കാരണം ആ ഒരു ടൈം പീരീഡിൽ സ്മോൾ പോക്സ് വൈറസിന്റെ വലിയൊരു ബാധ, ഈ പറഞ്ഞ പോലെ ആ ഒരു പ്രശ്നത്തിൽ ലോകം നിൽക്കുമായിരുന്നു. ആ ഒരു സ്മോൾ പോക്സിന്റെ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ടൊക്കെ തന്നെ വേണ്ടിയിട്ട് ആ ഒരു വാക്സിനേഷൻ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് 1974 കാലഘട്ടത്തിൽ നമ്മുടെ WHO ലോഞ്ച് ചെയ്ത ഒരു പ്രോഗ്രാമാണ് ഈ എക്സ്റ്റെൻഡഡ് പ്രോഗ്രാം ഓൺ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. അത് പിന്നീട് ഓരോ കാലഘട്ടം കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കാണ്, ഏകദേശം 1985 കാലഘട്ടത്തിലേക്ക് ആയപ്പോഴേക്കാണ്, 1985 ഇവിടെ കിടപ്പുണ്ട്, 1985 ആയപ്പോഴാണ് EPI എന്തായിട്ട് അറിയപ്പെട്ടു തുടങ്ങിയത്? യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന രീതിയിലേക്ക് പേര് മാറ്റി അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പം യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ആ ഇമ്മ്യൂണൈസേഷൻ എന്നുള്ള ടോപ്പിക്ക് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനാണ് വാക്സിനേഷനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം അസുഖങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു ജനത ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു രാജ്യത്തിനും മുന്നോട്ട് ഈ പറഞ്ഞ പോലെ ഗ്രോത്ത് വെച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമിന് ഏതൊരു രാജ്യം, ഇപ്പം ഇന്ത്യ ആണെങ്കിൽ നമുക്കറിയാം ഒരുപാട് ഇമ്പോർട്ടൻസ് ഇത്തരത്തിലുള്ള വാക്സിനേഷൻ പ്രോഗ്രാംസിന് കൊടുക്കുന്നുണ്ട്. കാരണം ഈ വാക്സിനേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഓൾറെഡി ലോഞ്ച് ചെയ്ത് EPI ലോഞ്ച് ചെയ്ത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 1974 50th ഇയർ ആണ് ബേസിക്കലി ഇപ്പോൾ ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എനിവേ ഇത്തരത്തിലുള്ള വാക്സിനേഷൻ ഒക്കെ തന്നെ എന്തിനാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാംസ് എന്തിനാണ് ലോഞ്ച് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനകത്ത് പറയുന്ന 17 ഗോൾസ് ഉണ്ടല്ലോ, 17 ഗോൾസിൽ 14 ഗോൾസും ഈ വാക്സിനേഷനുമായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആ 14 ഗോൾസ് ആണ് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. നോക്കിയേ, ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോഴേക്കും ഇൻക്രീസ്ഡ് പ്രോസ്പെരിറ്റി ആണ്. എങ്ങനെ ഇൻക്രീസ്ഡ് പ്രോസ്പെരിറ്റിയിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹെൽത്തിയർ ഫാമിലീസ് ഉണ്ടാകുമ്പോൾ, ഈ ഹെൽത്തിയർ ഫാമിലീസ് ഉണ്ടാകണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ ഓരോരോ അസുഖങ്ങൾക്കെതിരായിട്ട് നമുക്ക് പ്രോപ്പർ വാക്സിനേഷൻ എടുത്തെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഹെൽത്തി ലൈഫ്സ് ആൻഡ് വെൽബീങ്, സസ്റ്റൈനബിൾ ഗോൾ 3 ആണത്. ഇംപ്രൂവ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്, നല്ലതായിട്ട് കുട്ടികൾക്കാണെങ്കിൽ നല്ല രീതിയിൽ പഠനം കാഴ്ചവെക്കണമെങ്കിൽ ആരോഗ്യമുള്ള ബോഡി ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. സോ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ ഒരു ബെറ്റർ ഇംപ്രൂവ്ഡ് ലേണിംഗ് കാഴ്ചവെക്കാൻ പറ്റും. അത് SDG 4. ദെൻ എംപവേർഡ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഗേൾസ്, ഈ പറഞ്ഞ പോലെ SDG 5ന്റെ കാര്യത്തിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ 6നകത്ത് കൃത്യമായിട്ട് കറക്റ്റായിട്ട് കാണാം വാക്സിനേഷനെ കുറിച്ചിട്ട്. SDG 6നകത്ത് ഒരു ഇംപ്ലിക്കേഷൻ കറക്റ്റ് ആയിട്ട്, ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ എന്ന് പറയുമ്പോഴേക്കും ആ ഒരു വാക്സിനേഷൻ കൂടെ ചേർന്ന് അതിനകത്ത് ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ആകെ മൊത്തം 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ 14 എണ്ണത്തിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു വാക്സിനേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിന്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. സോ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇപ്പം നമ്മൾ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമാണ് ഇപ്പം കറന്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1985 ഓൺവേർഡ്സ് UIP ആണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ UIP മുഖാന്തരം നമുക്ക് 12 വാക്സിനുകൾക്കുള്ള 12 വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസിന് വേണ്ടിയിട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് വാക്സിൻസ് ആണ് കൃത്യമായിട്ടും പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഏതൊക്കെ ഡിസീസ് ആണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുന്നതായിരിക്കണം, കാരണം പ്രിലിംസിന് ചോദിക്കാം. 9 ഡിസീസ്, ഈ 12 9 നാഷണലി ഈ പറഞ്ഞ പോലെ കൊടുക്കുന്നതാണ്. ഡിഫ്തീരിയ,
പെർട്യൂസിസ്, ടെറ്റനസ്, പോളിയോ, മീസൽസ്, റുബെല്ല, പിന്നെ അതുപോലെ തന്നെ ചൈൽഡ്ഹുഡ് ട്യൂബർകുലോസിസ്, ഹെപ്പറ്റൈറ്റിസ് ബി, മെനഞ്ചൈറ്റിസ്, ന്യൂമോണിയ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി, ഇങ്ങനെയുള്ള 9 ഡിസീസിനെതിരായിട്ട് നാഷണലി നമ്മൾ ഓൾ ഓവർ ഇന്ത്യ ഉടനീളം ഈ UIP-യിൽ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സബ് നാഷണലി മീൻസ് നമ്മുടെ രാജ്യത്തിൻ്റെ ആണെങ്കിലും ചില ഭാഗങ്ങളിൽ ചില അസുഖങ്ങൾ ഈ പറഞ്ഞ ചില ഭാഗങ്ങൾ മാത്രമായിട്ട് നിൽക്കുന്നുണ്ടാവും, ലൈക്ക് എൻഡമിക് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. സോ അത്തരത്തിലുള്ള ചില ഡിസീസിനെതിരായിട്ട് ഈ പറഞ്ഞ പോലെ സബ് നാഷണൽ, അത് ത്രൂ ഔട്ട് ഇന്ത്യയിൽ കാണത്തില്ല, അവിടെ ആ പ്രശ്നമുള്ള സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ജില്ലകളിലൊക്കെ ആയിരിക്കും ആ ഒരു വാക്സിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത്തരത്തിൽ 3 ഡിസീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്: റോട്ടോ വൈറസ്, ഡയറിയ, ന്യൂമോകോക്കൽ ന്യൂമോണിയ ആൻഡ് ജാപ്പനീസ് എൻസെഫാലിറ്റീസ് തുടങ്ങിയ ഈ പറഞ്ഞ പോലെ അസുഖങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മളത് സബ് നാഷണൽ ആയിട്ട് കാറ്റഗറൈസ് ചെയ്ത് ഇതിന് എൻഡമിക് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റുകളിലൊക്കെയാണ് ഇതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കൃത്യമായിട്ട് നടക്കുന്നത്. സോ എനിവേ ഇത് നമ്മൾ ഓർത്തിരിക്കാം. മിഷൻ ഇന്ദ്രധനുഷും ആവശ്യമായിട്ട് വരും. കാരണം UIP അഥവാ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ ആ എക്സ്റ്റൻസീവ് ആയിട്ടുള്ള വാക്സിനേഷൻ ഡ്രൈവ് നടത്താനായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത് 2014 ലോഞ്ച് ചെയ്ത ഒരു പ്രോഗ്രാമാണ് നോൺ ആസ് മിഷൻ ഇന്ദ്രധനുഷ്. ഓക്കെ, മിഷൻ ഇന്ദ്രധനുഷ് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? നമ്മുടെ വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ശരിക്കും പറഞ്ഞാൽ മിഷൻ ഇന്ദ്രധനുഷിന് 2 കാര്യങ്ങളുണ്ട്. ഒരേ പേര് തന്നെ 2 മിഷൻ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ഒന്ന് ഈ പറഞ്ഞ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന മിഷൻ ഇന്ദ്രധനുഷ്, അതേപോലെ ഒന്ന് ബാങ്കിങ് മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഒരു മിഷൻ ഇന്ദ്രധനുഷ് ഉണ്ടായിരുന്നു. അപ്പം അത് രണ്ടും മാറിപ്പോകരുത്. ഇവിടെ ഇപ്പം പറഞ്ഞിരിക്കുന്ന ഈ മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പറഞ്ഞ 2014 നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹെൽത്ത് മേഖലയിലേക്ക് ഫുൾ ഇമ്മ്യൂണൈസേഷൻ കുട്ടികൾക്കിടയിലും അതേപോലെ എക്സ്പെക്ടന്റ് വുമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നന്റ് വുമൺ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രഗ്നന്റ് വുമണിനും ചിൽഡ്രൻസിനും ഇടയിൽ കുട്ടികൾക്കിടയിലും ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ഫുൾ ഇമ്മ്യൂണൈസേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് മിഷൻ ഇന്ദ്രധനുഷിന്റെ ബേസിക് ഉദ്ദേശമായിട്ട് പറയുന്നത്. കുട്ടികൾ എന്ന് പറയുമ്പോഴേക്കും ഓൾ ഇൻഫൻസ് അണ്ടർ ഏജ് ഓഫ് 2 എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ടൊന്ന് മനസ്സിലേക്ക് വെച്ചേക്കും. കോവിഡിന്റെ സമയത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനെയുള്ള വാക്സിനേഷൻസ് ഒക്കെ ഒരുപാട് മുടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ആ വാക്സിനേഷൻ ഡ്രൈവ് കൂടുതൽ സ്പീഡപ്പ് ആക്കാനായിട്ട് ഗവൺമെന്റ് മിഷൻ ഇന്ദ്രധനുഷ് 2.0 എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലേക്ക് വെച്ചേക്കാം. ഓക്കെ, ചിത്രമാണ് ആ ഒരു ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ഇംപ്ലിമെന്റിംഗ് ദ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആക്ട് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ പറ്റുന്നത്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ജനറൽ സ്റ്റഡീസ് പേപ്പർ 2-നകത്താണ് ആ ഒരു ഇന്ത്യൻ പൊളിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂലാണ് ഈ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മെയിൻസിന്റെ പെർസ്പെക്റ്റീവിലും പഠിക്കണം, അതേപോലെ പ്രിലിംസിന് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാനുണ്ട്. എസ്പെഷ്യലി പ്രിലിംസിനകത്ത് ഇതിനകത്ത് പഠിക്കാനായിട്ടുള്ളത് PM സ്വനിധി എന്ന് പറഞ്ഞ ഒരു സ്കീമിന്റെ പേര് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്ട്രീറ്റ് വെൻഡേഴ്സിനെ സഹായിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തൊരു സ്കീമാണ്. ആഫ്റ്റർ കോവിഡിന് ശേഷം ലോഞ്ച് ചെയ്താണ് ഈ PM സ്വനിധി സ്കീം. സ്റ്റിൽ റണ്ണിംഗ് ആണ്, കാരണം ഡിസംബർ 2024 വരെ ഈ സ്കീം റണ്ണിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടൈമിൽ ഈ സ്കീം റിലവന്റ് ആണ്, വാലിഡ് ആണ്, വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. സോ ആ ഒരു ടോപ്പിക് PM സ്വനിധി നമുക്ക് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് ഡിസ്കസ് ചെയ്യാം. ബാക്കി കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് കുറച്ച് ആക്ടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് ഈ പറഞ്ഞാൽ അതേപോലെ പൊളിറ്റിക്കകത്ത് സ്ട്രീറ്റ് വെൻഡേഴ്സിനെ സഹായിക്കണം എന്നുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊവിഷൻസ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എവിടെയൊക്കെയാണ് പറയാൻ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് മെയിൻസിനൊക്കെ വേണ്ടിയിട്ട് പഠിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് സ്ട്രീറ്റ് വെൻഡേഴ്സിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ലോഞ്ച് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്ത് സിഗ്നിഫിക്കൻസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം തന്നെ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആർ ഓഫൺ ദോസ് ഹു ആർ അൺഎബിൾ ടു ഗെറ്റ് റെഗുലർ ജോബ്സ് ഇൻ ഫോമൽ സെക്ടർ ഓൺ അക്കൗണ്ട് ഓഫ് ദർ ലോ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ സ്കിൽസ് ആണ്. അപ്പം സ്ട്രീറ്റ് വെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന എനിക്ക് തോന്നുന്നു. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ റോഡരികിൽ ഈ പറഞ്ഞ പോലെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. സോ അങ്ങനെ ഈ പറഞ്ഞ പോലെ അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരെയാണ് നമ്മൾ ബേസിക്കലി സ്ട്രീറ്റ് വെൻഡേഴ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെയധികം സിഗ്നിഫിക്കൻസ് ഉണ്ട് നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിയിലേക്ക്, വളരെയധികം സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻസ് ഇത്തരം ജനങ്ങൾ നൽകുന്നുണ്ട്. കാരണം എസ്പെഷ്യലി അവർ ശരിക്കും പറഞ്ഞാൽ ഓൺ എന്റർപ്രണർ ആണ്, അവർ സ്വന്തമായിട്ട് ഈ പറഞ്ഞ പോലെ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. സോ ശരിക്കും പറഞ്ഞാൽ രാജ്യത്തിന് കൂടുതൽ ആവശ്യമായിട്ടുള്ള അങ്ങനെയുള്ള ആളുകളെയാണ്, ഓൺടർപ്രണേഴ്സിനെയാണ് കൂടുതലും ഈ പറഞ്ഞ പോലെ ആവശ്യമായിട്ടുള്ളതും. സോ ദ ഗവൺമെന്റ് റെക്കഗ്നൈസ് സ്ട്രീറ്റ് vending as a source of self-employment for the poor in cities and towns with their meager financial resources. അവർ അത്തരത്തിൽ സെൽഫ് എംപ്ലോയിഡ് ആയുള്ള വ്യക്തികളാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് കൂടുതൽ പ്രോഗ്രാംസുമായിട്ട് മുന്നോട്ട് വരുന്നത്. സോ ഇതിനു വേണ്ടിയിട്ടാണ് 2014 ഇവർക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ഒക്കെയാണെങ്കിലും പാർലമെന്റ് പാസ്സാക്കുന്നത്, നോൺ ആസ് എ സ്ട്രീറ്റ് വെൻഡേഴ്സ് പ്രൊട്ടക്ഷൻ ഓഫ് ലൈവ്ലിഹുഡ് ആൻഡ് റെഗുലേഷൻ ഓഫ് സ്ട്രീറ്റ് വെൻഡിംഗ് ആക്ട് 2014. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്ട് ഗവൺമെന്റ് പാസ്സാക്കി അല്ലെങ്കിൽ പാർലമെന്റ് പാസ്സാക്കി ചോദിച്ചു കഴിഞ്ഞാൽ, വിത്ത് റെക്കഗ്നീഷൻ ദാറ്റ് ദ സ്ട്രീറ്റ് വെൻഡേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് an urban economy. അർബൻ എക്കണോമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റഗ്രൽ പാർട്ടാണ് സ്ട്രീറ്റ് വെൻഡേഴ്സ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടിട്ടാണ് 2014 ഗവൺമെന്റ് ഈ ഒരു ആക്ട് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നത്. സോ ഇതിന് പോലെ തന്നെ നമുക്ക് പൊളിറ്റിക്കകത്ത് ഇത്തരത്തിൽ ഗവൺമെന്റ് ചെയ്യണം ഇങ്ങനെയുള്ള സ്കീമുകളും അല്ലെങ്കിൽ ആക്ടുകളൊക്കെ കൊണ്ടുവരണം എന്ന് പറയുന്ന റിഫ്ലക്ഷൻസ് കാണാൻ സാധിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് കാണാൻ പറ്റും. അവിടെയാണ് ആർട്ടിക്കിൾ 19 ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ആർട്ടിക്കിൾ 19 സബ്ക്ലോസ് 1 സബ്ക്ലോസ് Gക്ക് അത് കാണാൻ പറ്റുന്നത്. ഇറ്റ് ഗിവ്സ് ഇന്ത്യൻ സിറ്റിസൺ എ ഫണ്ടമെന്റൽ റൈറ്റ് ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ ഓർ ടു ക്യാരി ഓൺ എനി
ഒക്യുപ്പേഷൻ ട്രേഡ് ആൻഡ് ബിസിനസ്. ആ ഒരു പ്രൊവിഷൻ ആർട്ടിക്കിൾ 19(1) പറയുന്നത്. അപ്പോൾ സ്ട്രീറ്റ് വെൻഡേഴ്സ് അവരുടെ സ്വന്തം ജോലിയാണ് ബേസിക്കലി ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാൻ അവർക്ക് റൈറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ബേസിക്കലി അൺഓർഗനൈസ്ഡ് സെക്ടറാണ്. അതുകൊണ്ട് തന്നെ അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഗവൺമെന്റ് ഉത്തരവാദിത്തം തന്നെയാണ്. പിന്നെ ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാളിറ്റി ബിഫോർ ലോയ്ക്കകത്ത് ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനൈ ടു എനി പേഴ്സൺ ഇക്വാളിറ്റി ബിഫോർ ദ ലോ ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യണം? നിയമങ്ങൾ നിർമ്മിക്കാൻ ബാധ്യസ്ഥനാണ്. ദെൻ സോഷ്യൽ ജസ്റ്റിസിന്റെ ആംഗിളിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം സോഷ്യൽ ജസ്റ്റിസിന്റെ ആംഗിളിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ്സ് ആർ ഇന്ത്യ എസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇന്ത്യ എസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആൻഡ് ഷാൽ സെക്യൂർ ടു ഇറ്റ്സ് സിറ്റിസൺസ് ജസ്റ്റിസ്. ഏതൊക്കെ രീതിയിൽ ജസ്റ്റിസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്? സോഷ്യൽ ആയിട്ടുള്ള ജസ്റ്റിസ്, എക്കണോമിക് ജസ്റ്റിസ്, പൊളിറ്റിക്കൽ ജസ്റ്റിസ്. ഓക്കെ, സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ ഈ 3 രീതിയിലുള്ള ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യണമെന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമ്പിളിനകത്ത് കൃത്യമായിട്ടും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് സോഷ്യോ എക്കണോമിക് ജസ്റ്റിസ് ആണ് നമ്മൾ ഇങ്ങനെയുള്ള സ്കീമുകളൊക്കെ റൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആക്ടുകളൊക്കെ പാസ്സാക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. പൊളിറ്റിക്കൽ ജസ്റ്റിസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ജസ്റ്റിസ് നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന കാര്യം കൂടി ഓർത്ത് വെച്ചിരിക്കാം. ദെൻ ഈക്വൽ സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റിയും കൃത്യമായിട്ടൊക്കെ ഉണ്ട്. ദെൻ ഡയറക്ട് DPSPക്കകത്തും ഈ ഒരു പ്രൊവിഷൻ കാണാൻ സാധിക്കും. DPSPയുടെ ആർട്ടിക്കിൾ 38 സബ് ക്ലോസ് 2 സബ് ക്ലോസ് 1-നകത്തും 2-നകത്തും ഉണ്ട്. കാരണം സബ് ക്ലോസ് 2-നകത്ത് പറഞ്ഞാൽ മിനിമൈസ് ഇൻഇക്വാളിറ്റീസ് ഇൻ ഇൻകം സ്റ്റാറ്റസ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആ ഒരു ഇൻകത്തിന്റെ ലെവലിലുള്ള ഇൻഇക്വാളിറ്റീസ് കുറയ്ക്കണം എന്നുള്ളതാണ് DPSPയുടെ ആർട്ടിക്കിൾ 38 സബ് ക്ലോസ് 2-നകത്ത് പറയുന്നത്. 38 സബ് ക്ലോസ് 1-നകത്ത് പറയുന്ന സ്റ്റേറ്റ് ടു പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് പീപ്പിളിനെ കുറിച്ചാണ് പറയുന്നത്. ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുന്നത് 38(1)-നകത്ത് പറയുന്നു. ഇൻകം ഇൻഇക്വാളിറ്റീസ് റെഡ്യൂസ് ചെയ്യണമെന്ന് പറയുന്നത് 38(2)-നകത്ത് പറയുന്നുണ്ട്. 39 സബ് ക്ലോസ് 8-കകത്ത് പറയുന്നുണ്ട് ഒരു അഡിക്വേറ്റ് റൈറ്റ് ടു ആൻ അഡിക്വേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ഒരുക്കി കൊടുക്കണം സിറ്റിസൺസ്, മെൻ ആൻഡ് വുമൺ എല്ലാവർക്കും ഒരുപോലെ ഈക്വലി ഒരു റൈറ്റ് ടു അഡിക്വേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 39 സബ് ക്ലോസ് 8-കകത്ത് പറയുന്നത്. പിന്നെ റൈറ്റ് ടു വർക്കിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. ഇവിടെ ആർട്ടിക്കിൾ 41-നകത്ത് റൈറ്റ് ടു വർക്കിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും പ്രൊവിഷൻസിൽ നമുക്ക് ഈ ഒരു റിഫ്ലക്ഷൻസ് എന്തുകൊണ്ട് ഗവൺമെന്റ് സ്ട്രീറ്റ് വെൻഡേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള സ്കീമുകളും ആക്ടുകളൊക്കെ നടപ്പാക്കുന്നു എന്നുള്ളതിന്റെ റിഫ്ലക്ഷൻസ് നമുക്ക് ഇവിടങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രൊവിഷൻസ് ഈ പോയിന്റിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കാം. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞ PM സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി അല്ലെങ്കിൽ ഷോർട്ടിലാണ് PM സ്വനിധി സ്കീം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ പ്രൊവിഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. സ്കീമുകളൊക്കെ പഠിക്കുമ്പോഴേക്കും ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ മിനിസ്ട്രി ലോഞ്ച് ചെയ്തിരിക്കുന്ന മിനിസ്ട്രി പഠിക്കണം. ഈ സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്ന മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ്. ജൂൺ 1, 2020 ഞാൻ തുടക്കത്തിലെ പറഞ്ഞിരുന്നു. കോവിഡിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റിൽ നിന്നും ഇവരെ കരകയറ്റാനായിട്ട് മീൻസ് കോവിഡൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇത്തരത്തിലുള്ള ആളുകളുടെ വർക്കൊക്കെ ഒരുപാട് മുടങ്ങിപ്പോയി. അപ്പോൾ പല ആളുകളും കടങ്ങളിലേക്കൊക്കെ പോകുന്ന പലവിധ പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ അവരുടെ ആ ഒരു ബിസിനസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഗവൺമെന്റ് സഹായമായിരുന്നു ഈ PM സ്വനിധി സ്കീം എന്ന് പറയുവാണെങ്കിൽ. അതുമൂലം ഈ പറഞ്ഞ പോലെ ആ COVID-19 ലോക്ക്ഡൌണിൽ നിന്നും അവരെ കരകയറ്റാനായിട്ടുള്ളത്. പക്ഷെ ഇതിലൂടെ കൊളാട്രൽ ഫീ, അതായത് നമുക്ക് സാധാരണഗതി ബാങ്കിൽ നിന്നൊക്കെ ആണെങ്കിൽ ലോൺ എടുക്കുമ്പോൾ എന്തെങ്കിലും നമ്മൾ ഈടായിട്ട് കൊടുക്കണമല്ലോ, ആ ഒരു പൈസയ്ക്ക് തുല്യമായിട്ടുള്ള എന്തെങ്കിലും നമ്മൾ ഹാജരാക്കണ്ടേ, അതിനെയാണ് കൊളാട്രൽ എന്ന് പറയുന്നത്. സോ ഇവിടെ കൊളാട്രൽ ഫ്രീ ആയിട്ടുള്ള ലോണാണ് നമ്മൾ കൊടുക്കുന്നത്. 10,000 രൂപയുടെ മൈക്രോ ക്രെഡിറ്റ് ആണ്, ചെറിയ രീതിയിൽ അവർക്ക് ആ വീണ്ടും ആ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ടുള്ളതാണ്. ₹10,000 ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഈ പറഞ്ഞ ബിലോ 12%-ലാണ് ഇൻട്രസ്റ്റ് പോകുന്നത്. കൊളാട്രൽ ഫ്രീ ആണ്, ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബിലോ 12% എന്നുള്ള കാര്യം ഓർത്ത് ഫോർ എ പീരീഡ് ഓഫ് 1 ഇയർ. 1 ഇയർ ആണ് എയ്ഡിംഗ് ദ വെൻഡേഴ്സ് ഇൻ ഗെറ്റിംഗ് ബാക്ക് ടു ദർ ഫീറ്റ് ഫിനാൻഷ്യലി, വീണ്ടും അവരെ കയറ്റിക്കൊണ്ടുവരാനായിട്ട്. ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ മാർച്ച് 2022 വരെയായിരുന്നു ഇതിന്റെ എൻഡ് സ്കീം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഗവൺമെന്റ് അത് നീട്ടി ഡിസംബർ 2020. അതുകൊണ്ട് പറയുവാണെങ്കിൽ ഈ സ്കീം സ്റ്റിൽ റണ്ണിംഗ് ആണ്, സ്റ്റിൽ അലൈവ് ആയിട്ടുള്ള ഒരു സ്കീം തന്നെയാണ്. ഓക്കെ, സോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സ്കീമിൽ നിന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലേക്ക് വെച്ചേക്കാം. ഇനി നമ്മൾ അടുത്ത ഒരു ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കാണ് അബൌട്ട് ദ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെൽത്ത് ഇൻഇക്വാലിറ്റിയെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തല്ലോ. അപ്പോൾ ആ ഒരു വെൽത്ത് ഇൻഇക്വാലിറ്റി എങ്ങനെ നമുക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എല്ലാ ആളുകൾക്കും, ഇപ്പോൾ നമ്മൾ തൊട്ടുമുമ്പ് കണ്ടതല്ലേ ഇൻകത്തിന്റെ ഒന്നും കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ ഇൻഇക്വാലിറ്റീസ് വരാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ ഭാഗമൊക്കെ ആയിട്ടാണ് നമ്മുടെ രാജ്യത്ത് ലാൻഡ് റിഫോംസ് ഒക്കെ നമ്മൾ നടപ്പാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നോക്കുവാണെങ്കിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഒരു വ്യക്തിക്ക് ഇൻഡിവിജ്വലി ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തിന് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. സോ ആ ലിമിറ്റേഷൻസിന് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഗവൺമെന്റ് ടേക്ക് ഓവർ ചെയ്യാം. അത് ടേക്ക് ഓവർ ചെയ്ത് വേണമെങ്കിൽ ഭൂമി ഇല്ലാത്ത ആളുകൾക്ക് വേണമെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യാം, അത് വീതിച്ച് കൊടുക്കാനായിട്ടും സാധിക്കും. സോ അങ്ങനെയുള്ള റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്തിനെ കുറിച്ചിട്ട് പരാമർശിക്കുന്നത്, ഇതും കുറച്ചുകൂടെ പറയുന്ന പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് ആർട്ടിക്കിളാണ്. ഇങ്ങനെ വെൽത്ത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഒരു വ്യക്തിയിൽ തന്നെ കോൺസെൻട്രേറ്റഡ് ആകാൻ പാടില്ല, റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് പറയുന്ന പ്രൊവിഷൻസ് എവിടേക്കാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ കാണാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് ഈ പറഞ്ഞ പോലെ എന്തിനാണ് ആക്ച്വലി ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, എന്തിനാണ് ഇങ്ങനെയുള്ള റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ ദ സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് ഓഫ് അവർ കൺട്രി. ഈ സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് എന്ന് പറയുമ്പോഴേക്കും മനസ്സിലാക്കാം ഇത് എവിടെയാണ് പരാമർശിക്കുന്നത്, പ്രിയാമ്പിളിനകത്ത്. കാരണം പ്രിയാമ്പിളിനകത്ത് സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ ജസ്റ്റിസിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് സോഷ്യോ ആൻഡ് എക്കണോമിക് ജസ്റ്റിസിന് വേണ്ടിയിട്ടാണ് ഈ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, അത് പ്രിയാമ്പിളിനകത്ത് പറയുന്നുണ്ട്.
പിന്നെ നമുക്ക് അടുത്ത കാണാൻ പറ്റുന്ന പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് പാർട്ട് 3. ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് കൃത്യമായിട്ടും ഗ്യാരണ്ടി ലിബർട്ടി എന്ന് പറയുമ്പോൾ ആർട്ടിക്കൽ 21 ആണ് ഉദ്ദേശിക്കുന്നത്. ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയെ കുറിച്ചിട്ടാണ് കൃത്യമായിട്ട് പറയുന്നത്. സോ ആ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് നമുക്ക് ആ റിഫ്ലക്ഷൻ കാണാം. അതേപോലെ പാർട്ട് 4 DPSP നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞാണല്ലോ, DPSPയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ടോക്സ് അബൌട്ട് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ റിസോഴ്സിനെ കുറിച്ചിട്ടും DPSPക്ക് അത് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് എവിടേക്കാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ കാണാൻ പറ്റുന്നത് വെച്ചാൽ ഇൻ പ്രിയാമ്പിൾ, ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് പാർട്ട് 4 DPSP ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, സോ ഇത്രയും ടോപ്പിക്കാണ് നമുക്ക് ടോപ്പിക് വൈസ് എടുക്കാനായിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് MCQ നോക്കാം. നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത PM സ്വനിധി സ്കീമിനെ കുറിച്ചിട്ടാണ്. 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ജസ്റ്റ് നമ്മുടെ ക്ലാസ് കേട്ടിട്ട് ജസ്റ്റ് നിങ്ങൾ റെഫറും ചെയ്യുക. അതിനനുസരിച്ച് 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ പോലെ അറ്റൻഡ് ചെയ്യുക. ഏതർ ആൻസർ ABCD ഏത് ഓപ്ഷനാണ് ആൻസർ വരുന്നത് നോക്കിയിട്ട് ശ്രദ്ധിക്കണം. നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ അബോവ് ഇറ്റ്സ് നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അത് കൃത്യമായിട്ടൊന്ന് നോക്കിയിട്ട് ഈ പറഞ്ഞ പോലെ ആൻസർ മാർക്ക് ചെയ്യുക. കമന്റ് ബോക്സിൽ ആൻസർ രേഖപ്പെടുത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്